മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ പാർട്ട് 11 മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സ്നാപക യോഹന്നാൻ ശക്തിയോടെ വന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നത്, വഴിയൊരുക്കുന്ന ശുശ്രൂഷ. ഇന്നലെ പറഞ്ഞത് ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും. ജെറുസലേമിലേക്ക്, ഇസ്രായേലിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വഴികൾ വെട്ടി, കുന്നുകൾ ഇടിച്ചു നിരത്തി, താഴ്വരകളെ ഫില്ല് ചെയ്ത് വഴി നിരത്തി കൊണ്ടുവന്നു. എന്നാൽ സ്നാപക യോഹന്നാൻ പറയുന്നതിനെക്കുറിച്ചല്ല. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ പെരുവഴികളെ വെട്ടണം. അത് പ്രധാനമായും കാണിക്കുന്നത് മാനസാന്തരത്തെയാണ്. മാനസാന്തരത്തിൽ നമ്മുടെ അഹങ്കാരങ്ങൾ എല്ലാം ഉടഞ്ഞ് താഴേക്ക് വരും. വളഞ്ഞ നമ്മുടെ ജീവിതം, ചിന്തകൾ, വക്രഗതിയുള്ള അവസ്ഥകൾ മാറി സ്ട്രെയിറ്റ് ആകുന്നു. അങ്ങനെ വരുമ്പോഴാണ് രാജാതി രാജാവ് നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളുന്നത്. 2-ാം ഭാഗത്തേക്ക് മാത്യു ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 11 onwards. I baptize you with water for repentance, but after me comes one who is more powerful than I, whose sandals I'm not worthy to carry. He will baptize you with the Holy Spirit and fire. His winnowing fork is in his hand, and he will clear his threshing floor, gathering his wheat into the barn and burning up the chaff with unquenchable fire. 11-12 രണ്ട് വചനങ്ങൾ ചേർന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇന്ന് ഞാനിതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, സ്നാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കേൾക്കുന്ന സ്നാനത്തെക്കുറിച്ചുള്ള പഠനമോ കാര്യങ്ങളോ അല്ല നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ചില പ്രത്യേക പ്രിൻസിപ്പിൾസ് ഇതിൻ്റെ പുറകിലുണ്ട്. അതെല്ലാം കുറിച്ചു വയ്ക്കണം. ആദ്യമായി നമുക്ക് നോക്കാം. I baptize you with water for repentance. മാനസാന്തരത്തിനായി ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ജോൺ ന്യൂ ഹിസ് മിനിസ്ട്രി. എഴുതി വെക്കുക. യോഹന്നാന് എന്ത് ശുശ്രൂഷ ചെയ്യണമെന്ന് അറിയാമായിരുന്നു. പലരുടെയും കുഴപ്പം, ഏത് ശുശ്രൂഷയ്ക്ക് വിളിയുണ്ട്, പക്ഷേ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? They don't know where to focus in their ministry. But John knew his ministry. യോഹന്നാന് ശുശ്രൂഷയിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാമായിരുന്നു. അവിടെ പറയുന്നുണ്ട്, I baptize you with water for repentance. That's my ministry. He had a focus. Then he knew his calling. എന്താണ് തൻ്റെ വിളിയെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കുറിച്ച് വെക്കണം. യോഹന്നാന് തൻ്റെ വിളിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. He knew his assignment. ദൈവം തനിക്ക് നൽകിയ ചുമതല തനിക്കറിയാമായിരുന്നു. He knew what to do and what not to do. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, അതും അവനറിയാമായിരുന്നു. He knew what to do, what not to do. ഇതറിയാത്തതാണ് അപകടം. പല വിശ്വാസികൾക്കും അറിയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത്. ചിലരെ കർത്താവ് പ്രെയർ മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അവരുടെ മെയിൻ ഫോക്കസ് എന്തായിരിക്കണം? പ്രാർത്ഥന. പ്രഭാതം മുതൽ അവർ പ്രാർത്ഥനയിലായിരിക്കണം. സമയം വേർതിരിച്ച് അവർ മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. നടക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കിച്ചണിൽ പ്രാർത്ഥിക്കണം, ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം, വാഹനം ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, എപ്പോഴും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ റോമാലേഖനം 8:26 പറയുന്നത് പോലെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ
ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കണം, ഭാരത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിലാണ് അവരുടെ ഫോക്കസ്. യോഹന്നാൻ സ്നാപകൻ പറയുവാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ നോട്ട് കോൾഡ് ടു ഡു എവറിത്തിങ്. നോ, വി ഹാവ് എ സ്പെസിഫിക് കോൾ. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാണ് എല്ലാവരെയും കർത്താവ് ഈ ഭൂമിയിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, യോഹന്നാൻ ഒരു കാര്യം അറിയാം. യോഹന്നാനെക്കുറിച്ച് 700 വർഷങ്ങൾക്ക് മുൻപ് യേശയ്യാവും, 400 വർഷങ്ങൾക്ക് മുമ്പ് മലാഖിയും പ്രവചിച്ചിരുന്നു, അല്ലേ? About John, one prophet had prophesied 700 years ago and another 400 years ago. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് എൻ്റെ ഇമാജിനേഷനിൽ. യോഹന്നാൻ തൻ്റെ മാതാപിതാക്കൾക്ക് വയസ്സുകാലത്ത് ജനിച്ചവനാണ്. അറിയാലോ, സഖരിയാവിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, പ്രായമായി. എലിസബത്ത് പ്രായമായി. ഇനി ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തിൽ നിൽക്കുമ്പോഴാണ് ദൂതൻ പ്രത്യക്ഷനാകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പ്രത്യക്ഷനായി സംസാരിക്കുമ്പോൾ ആദ്യം അദ്ദേഹം വിശ്വസിച്ചില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആദ്യം അദ്ദേഹം വിശ്വസിച്ചില്ല. ദൂതൻ ഒരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുത്തു, നീ വിശ്വസിക്കാത്തതുകൊണ്ട് ഇന്നു മുതൽ കുഞ്ഞ് ജനിക്കുന്നവരെ നീ സംസാരിക്കില്ല, ഊമനായിരിക്കും. അതിൻ്റെ പിന്നിൽ ഒരു പ്രിൻസിപ്പിളുണ്ട്. നെഗറ്റീവായ സംസാരം പലരും നിർത്തിയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടൂ. അപ്പം ആ സമയത്ത് തൻ്റെ വായ് കർത്താവ് കെട്ടി, പിന്നെ തനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പുരോഹിതൻ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒന്ന് വൈകി വരാൻ, രണ്ടാമത് ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അതിശയം. അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെ? പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ വിടുതലുകൾ നടക്കാതിരിക്കുവാൻ കാരണം അവിശ്വാസത്തിൻ്റെ സംസാരങ്ങളാണ്. ഇത് നടക്കാൻ പോകുന്നില്ല. ചിലർ പറയും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു പുള്ളി പണ്ട് പറഞ്ഞു, അകമ്പടി നായകൻ, ആകാശത്തിൽ സ്വർഗത്തിൽ കർത്താവ് കിളിവാതിൽ തുറന്നാൽ പോലെ ഇതൊന്നും നടക്കാൻ പോകും. പുള്ളിയാണ് ചവിട്ടേറ്റ് മരിച്ചത്. പറയാൻ വന്നത്, സഖരിയാവിൻ്റെ വയസ്സുകാലത്തുണ്ടായ കുഞ്ഞാണ്. അതിനുശേഷം ഒരുപക്ഷെ ഏതെങ്കിലും ആ യഹൂദ്യ മരുഭൂമിയിൽ എവിടേക്കോ താൻ ശുശ്രൂഷകൾക്ക് ഒരുക്കപ്പെട്ടു. ഞാനിങ്ങനെ കൂടെ വിശ്വസിക്കുന്നു. വായിച്ചു വരുമ്പോൾ ബൈബിൾ വായിക്കുക, പുള്ളിയിരുന്നു, വചനം പഠിക്കുമോ, വായിച്ചു വരുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിയപ്പോൾ പറയുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്. ഉടനെ ദൈവാത്മാവ് തൻ്റെ ഉള്ളിൽ പറഞ്ഞു, ദാറ്റ് ഈസ് യു. അതാണ് നിൻ്റെ ശുശ്രൂഷ. തനിക്കൊരു ഉറപ്പ് കിട്ടി, ഓ മൈ ഗോഡ്, ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ശുശ്രൂഷ ചെയ്യാനാണ്. ഉള്ളിൽ ആ ബോധ്യം കിട്ടി. വീണ്ടും വായിച്ചു മലാഖി പ്രവചനത്തിലേക്കൊക്കെ വന്നു. 3-ാം അധ്യായത്തിൽ വന്നു, 4-ാം അധ്യായത്തിലേക്കൊക്കെ വന്നപ്പോൾ അവിടെ വീണ്ടും പറയുന്നു പാതയൊരുക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യം. അവിടെയും പരിശുദ്ധാത്മാവ് തൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഓർക്കുന്നുണ്ടായിരുന്നു, എലിസബത്തിൻ്റെ അകത്ത് യോഹന്നാൻ സ്നാപകൻ ഏകദേശം 6 മാസമായിരിക്കുന്ന സമയം. 6 മാസം പ്രഗ്നൻ്റാണ് ആര്? എലിസബത്ത്. ആ സമയത്താണ് മറിയ വീട്ടിൽ വരുന്നത്. എന്തിനു വേണ്ടി? തന്നെ ശുശ്രൂഷിക്കാൻ. 2 ഗർഭിണികൾ ഒരുമിച്ചൊരു വീട്ടിൽ. യേശുവിൻ്റെ അമ്മ മറിയ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കുമ്പോൾ, അവിടെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത്, വീടിനകത്ത് എലിസബത്ത്, പുറത്ത് മറിയ, വാതിൽപ്പടിയിലൂടെ നിൽക്കുമ്പോൾ മറിയ ഇവിടെ ശബ്ദം എലിസബത്തിൻ്റെ കാതിൽ കേട്ട ഉടനെ എലിസബത്തിൻ്റെ അകത്ത് യോഹന്നാൻ സ്നാപകൻ പിള്ള അവളുടെ ഉള്ളിൽ തുള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് John the Baptist had his first charismatic experience when he was a fetus, when he was a small baby, developing baby in his mother's womb. അപ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അകത്ത് തുടങ്ങി, പുറത്തോട്ട് വന്നിട്ടില്ല. എൻ്റെ അർത്ഥം അവിടം മുതൽ എന്തിനു വേണ്ടി തന്നെ അഭിഷേകം ചെയ്തു, നിയമിക്കപ്പെട്ടു, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ ഒരുക്കപ്പെടുകയാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൻ
പുരോഹിതനാണ്. പല പ്രാവശ്യം പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, അതുകൊണ്ടാണ് നിനക്ക് വേറൊരു പേരിടാനാണ് അവർ അപ്പൻ്റെ പേരിടാനൊക്കെ വന്ന സമയത്ത് ഒരു പലകയിൽ എഴുതി കാണിച്ചു, യോഹന്നാൻ. അപ്പോഴാണ് വാ തുറന്നത്. ഇങ്ങനെയാണ് പേരിട്ടത്. ആ സമയത്ത് എലിസബത്തിന് ഭയങ്കര നാണമായിരുന്നു പുറത്തിറങ്ങാൻ. കുറേ നാളകത്ത് തന്നെ കയറിയിരുന്നു. കാരണം വയസ്സായി, ഈ സമയത്ത് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ നാണമാണ്. ഈ സംഭവങ്ങളെല്ലാം അറിയാൻ തനിക്കൊരു വിളിയുണ്ടെന്നറിയാം. അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവിച്ചു വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഇങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഞാനിതെല്ലാം കൂടി ചേർത്തിണക്കി മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ. ഇത്ര ഓർക്കുക, ജോൺ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ ദ ബുക്ക്, ദാറ്റ് മീൻസ് ഇൻ ദ ബൈബിൾ. യോഹന്നാൻ തന്നെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടെത്തി. എൻ്റെ ചോദ്യം ഇതാണ്. എബ്രായലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയാം. ഇൻ ദ സ്ക്രോൾസ് ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് മീ. യേശുവിനെ കുറിച്ചും പുസ്തക ചുരുളിൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു കാര്യം രാവിലെ പറഞ്ഞാൽ ആരും ദേഷ്യപ്പെടരുത്. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കണ്ടെത്തണം. എങ്ങനെ കണ്ട്? വായിച്ചു വരുമ്പോൾ ഒരു ഭാഗം എത്തുമ്പോൾ ചില വചനങ്ങൾ ബൈബിളിൻ്റെ താളുകളിൽ നിന്നും എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വന്ന് ഹൃദയത്തിലോട്ട് കയറും. എന്നിട്ട് അവിടെ സംസാരിച്ചിട്ട് പറയും, മോനെ മോളെ ഇതാണ് നിൻ്റെ വിളി. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? നമ്മെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നു. ഇങ്ങനെ യോഹന്നാൻ സ്നാപകന് ദൈവത്തിൽ നിന്ന് തന്നെ ഉറപ്പ് കിട്ടി തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഇരിക്കുന്ന പലരും ശുശ്രൂഷയിലാണ്, കാണുന്നവർ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഇതുപോലെ സിമ്പിളാക്കി പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. ആഫ്റ്റർ മീ കംസ് വൺ ഹൂ ഈസ് മോർ പവർഫുൾ ദാൻ ഐ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു പ്രഖ്യാപനം അതിഭയങ്കരമാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഹി ന്യൂ വിച്ച് മിനിസ്റ്റർ വാസ് കണക്റ്റഡ് ടു ഹിം. ഹി ന്യൂ വിച്ച് മിനിസ്റ്റർ വാസ് കമ്മിങ് ആഫ്റ്റർ ഹിം. തൻ്റെ പിന്നാലെ ഒരു ശുശ്രൂഷ വരുന്നുണ്ട്. അതും ആർക്കറിയാം? യോഹന്നാൻ അറിയാം. തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മാത്രമല്ല, ദൈവം ആ കാലത്ത് എഴുന്നേൽപ്പിക്കുന്ന മറ്റ് ശുശ്രൂഷകളെക്കുറിച്ചും തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വ്യാപകമായ ദൈവിക പദ്ധതിയെക്കുറിച്ചും വ്യാപകമായ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉണർവിനെക്കുറിച്ചും തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. തന്നിലൂടെയുള്ള ശുശ്രൂഷ മാത്രമല്ല, തനിക്കൊരു കാര്യം മനസ്സിലായി. യെശയ്യാവൊക്കെ വായിച്ചു വരുമ്പോൾ വഴി ഒരുക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാളെ ദൈവം നിയമിക്കും. അതിനുശേഷം ആർക്ക് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടത്? ആ രാജാവ് വരും, ആ ദൈവപുത്രൻ കർത്താവിൻ്റെ പിന്നാലെ വരും. അതിനെക്കുറിച്ചും തനിക്ക് ബോധ്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹി ന്യൂ വാട്ട് വാസ് ടു ഫോളോ ഹിസ് മിനിസ്ട്രി. തൻ്റെ ശുശ്രൂഷയെ, അതിൻ്റെ പുറകെ വരാനിരിക്കുന്ന അടുത്ത വേവ്, ഉണർവിൻ്റെ തരംഗം എന്താണ്, അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ദർ ആർ നോ ലോണേഴ്സ്. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ ഏകാന്ത പഥികന്മാർ ഇല്ല. ദൈവരാജ്യത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു പരിപാടിയില്ല. ദൈവരാജ്യത്തിൽ ഒറ്റയ്ക്കുള്ള ശുശ്രൂഷയില്ല, കൂട്ടു ശുശ്രൂഷയുള്ളൂ. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, there is only JM, means joint ministry. What we see here is JJ ministries. അതെന്ത് സാധനമാണ്? ജോൺ ആൻഡ് ജീസസ് മിനിസ്ട്രീസ്. യോഹന്നാൻ ശുശ്രൂഷയുമായി എഴുന്നേറ്റ്, അതിൻ്റെ പുറകെ യേശു ശുശ്രൂഷയുമായി എഴുന്നേറ്റ് വരികയാണ്. ഈ രണ്ട് ശുശ്രൂഷകളും തമ്മിൽ പരിശുദ്ധാത്മാവിൽ കണക്റ്റഡ് ആകും. അതുകൊണ്ടാണ് ദിസ് ഈസ് കോൾഡ് ജോൺ ആൻഡ് ജീസസ് മിനിസ്ട്രീസ്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി സീക്വൻസായി ദൈവം പലരും ഇങ്ങനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നും അങ്ങനെ തന്നെ. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പലതരം മൂവ്മെൻറ്റ്സ് നമുക്ക് ഭൂമിയിൽ കാണാം. 1900 ആദ്യ ഭാഗത്താണ് ശക്തിയേറിയ ഉണർവ് ഉണ്ടാകുന്നത്. ആ ഉണർവിന് ശേഷം ഇങ്ങോട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഉണർവിലൂടെ നിരവധി ഡിനോമിനേഷനുകൾ പുറത്തേക്ക് വന്നു. അസൂസ സ്ട്രീറ്റിലൊക്കെ ആരംഭിച്ച ഉണർവിന് ശേഷം നിരവധി ഡിനോമിനേഷനുകൾ, സഭാ വിഭാഗങ്ങൾ പുറത്തേക്ക് വന്നു. അതിങ്ങനെ പല പതിറ്റാണ്ടുകൾ പോയി വന്നപ്പോൾ ഫെയ്ത്ത് മിനിസ്ട്രീസ് രംഗത്ത് വന്നു.
കെന്നത്ത് ഹേഗിൻ തുടങ്ങിയ ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ വന്ന് പിന്നെ വരുന്നത് ഭയങ്കരമായ ശക്തമായ ഹീലിംഗ് മിനിസ്ട്രി. ഓറൽ റോബർട്ട്സ് പോലെയുള്ളവർ എഴുന്നേൽക്കാൻ തുടങ്ങി. അതിൻ്റെ പുറകെ ഓരോരോ വചന ശുശ്രൂഷയുടെ ഭയങ്കരമായൊരു നീക്കവുമായി ബാപ്റ്റിസ്റ്റ് സഭകൾ രംഗത്ത് വന്നു. ശക്തിയേറിയ വചനത്തിൻ്റെ ടീച്ചിങ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസുമായി അടുത്തൊരു തരംഗം ഭൂമിയിലേക്ക് വന്നു. ഇങ്ങനെ വന്ന് ഓരോ കാലത്ത് ഓരോരുത്തർ എഴുന്നേൽപ്പിക്കും. നമുക്കറിയാം, അതിന് കുറേയധികം വർഷങ്ങൾക്ക് മുമ്പാണ് വലിയൊരു ലീപ്പ് ഉണ്ടായത് മാർട്ടിൻ ലൂഥർ കിങ്ങിലൂടെയാണ്. ഒരു ജർമ്മൻ പുരോഹിതനായിരുന്ന, കത്തോലിക്ക പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂഥർ കിങ് ലൈബ്രറിയിലിരുന്ന് ബൈബിൾ വായിച്ച് തൻ്റെ അകത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ശബ്ദം മുഴങ്ങിയപ്പോൾ തെറ്റായ പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ച് പുറത്തേക്കിറങ്ങി അദ്ദേഹം നിന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും. 400 വർഷമായി ഒന്നുമില്ലാതെ ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിച്ച സമയത്ത് കർത്താവ് എഴുന്നേൽപ്പിച്ച ശക്തനാണ് യോഹന്നാൻ സ്നാപകൻ. എന്നാൽ തനിക്കറിയാമായിരുന്നു തൻ്റെ ശുശ്രൂഷ എന്താണെന്നും അതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ പിന്നിൽ വരുന്നുണ്ടെന്നും അറിയാമായിരുന്നു. ഇവിടെ ജോൺ didn't try to do Jesus ministry. യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ യോഹന്നാൻ സ്നാപകൻ ശ്രമിക്കുന്നുണ്ടോ? No. That's a different ministry that has to follow his ministry. Now Jesus is not trying to do John's ministry. യേശുവിന് യോഹന്നാൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? അതുമില്ല. അതാണ് there are different ministries but one spirit. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എടുത്താൽ എല്ലാവരും ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. ശുശ്രൂഷയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഇന്നയാളുടെ ശുശ്രൂഷ ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? നോ. ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് മിനിസ്ട്രി ബട്ട് ദ സെയിം സ്പിരിറ്റ് ഈസ് മൂവിങ് ഇൻ ദാറ്റ് പേഴ്സൺ. ഇത് നമ്മൾ മറക്കരുത്. വേറൊന്ന് ഞാൻ ഇതിൽ കണ്ടെത്തിയത്, യോഹന്നാൻ എഴുന്നേറ്റ് യേശുവിനെ ഉയർത്തുന്നു. ശരിയാണോ? ജോൺ ഓണേർഡ് ജീസസ് മിനിസ്ട്രി. അതിനുശേഷം കുറേ കഴിയുമ്പോൾ ജീസസ് ഓണേർഡ് ജോൺസ് മിനിസ്ട്രി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരുവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വന്നിട്ടില്ലെന്ന് യേശു പറഞ്ഞു. ഓർമ്മയുണ്ട് ഇതല്ല? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഓണർ നമുക്ക് കാണാം. അപ്പോൾ യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത്, ജീസസ് അബൌട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, there is none greater than John the Baptist who has been born of women. ഇനി യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ശേഷം കാണാം, whose sandals I am not worthy to carry. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. ചില സ്ഥലത്ത് അങ്ങനെയാണ്. ചില സ്ഥലത്ത് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യതയില്ലാത്തവനാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അന്നൊക്കെ ദാസന്മാർക്കും അടിമകൾക്കും എന്ന് പറഞ്ഞാൽ സെർവൻസ് ആൻഡ് സ്ലേവ്സ്, ഇവർക്കാർക്കും ചെരുപ്പില്ല. ചെരുപ്പുള്ളത് ആർക്കാ? യജമാനന്മാർക്കാണ് ചെരുപ്പുള്ളത്. ഈ ചെരുപ്പ് ഇടിച്ചു കൊടുക്കേണ്ടത് ആരാണ്? സ്ലേവ്സാണ്. അടിമകളാണ് ഇടിച്ചു കൊടുക്കേണ്ടത്. യജമാനൻ ഇങ്ങനെ നിൽക്കും ആ സമയത്ത്, അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം അന്നത്തെ ചെരുപ്പുകൾ കണ്ടു കാണും. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. കുറേ ലെതറിൻ്റെ സ്ട്രാപ്സ് കാണും. ഇങ്ങനെ ചുറ്റി ഇവിടെ കെട്ടിവെക്കണം. ചുറ്റി കെട്ടണം. അതിനൊരാൾ വേണം. ഇന്നത്തെ പോലെ വെറുതെ അങ്ങ് ഹാഫ് ഷൂ പോലെയോ ഒന്നും പെട്ടെന്ന് ഇട്ടുകൊണ്ട് നടക്കാവുന്ന സ്ലിപ്പേഴ്സോ ഒന്നും അല്ല അന്നത്തെ കാലത്ത്. അത് കെട്ടിവെക്കണം. ഇത് ആരുടെ ജോലിയാണ്? സ്ലേവ്സ്. അടിമകളുടെ ജോലിയാണ് ചെരുപ്പ് ചുമക്കുക, ചെരുപ്പ് ഇട്ട് കൊടുക്കുക, ചെരുപ്പ് അഴിക്കുക, വാറഴിച്ചു കൊടുക്കുക. തിരിച്ചു വരുമ്പോൾ, പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മറപ്പടിയിലെത്തുമ്പോഴേക്കും അവരിത് അഴിച്ചു കൊടുക്കണം. അതിനൊക്കെ അവിടെ വീട്ടിൽ ആരുണ്ടായിരിക്കും? അടിമകളുണ്ടായിരിക്കും. യോഹന്നാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലായോ? അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം, അവൻ്റെ ഒരു അടിമയെപ്പോലെ ആകാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. അതേ സമയത്ത് മറുവശം ഒന്ന് ചിന്തിച്ചു നോക്കാമോ? They were cousins. Physically they were relatives. അതറിയാലോ, ഇന്നലെ ഞാൻ പറഞ്ഞു എലിസബത്തും മേരിയും കസിൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇവർ എൻ്റെ താഴെ വന്നിരിക്കുന്ന അടുത്ത ജനറേഷനാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനേക്കാൾ സീനിയറാണ് ശരീരത്തിൽ, 6 മാസം. യോഹന്നാൻ സ്നാപകൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ചേട്ടനാണ്, സീനിയറാണ്. ആദ്യം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതാരാ? ഞാൻ ഈ മാനുഷികമായ രീതി പറയുവാണ്. ആദ്യം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതാരാ? യോഹന്നാനാണ്. ആദ്യം അരുളപ്പാടുണ്ടായത് ആർക്കാ? യോഹന്നാനാണ്. അപ്പം അവനല്ലേ സീനിയർ പറയുവാണ്,
എൻ്റെ പിന്നാലെ വരുന്ന ജൂനിയർ എന്നേക്കാൾ ബലവാൻ. അവൻ്റെ ഒരു അടിമപ്പണി ചെയ്യാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. അത് സീക്രട്ടായിട്ട് ആർക്കെങ്കിലും SMS അയക്കുകയല്ല ചെയ്ത് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുവാണ്. ദാറ്റ് ഈസ് എ റിയൽ ഹ്യൂമിലിറ്റി. ഹല്ലേലൂയ. ഇതിന് എക്സ്ട്രീം ഹ്യൂമിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് യോഹന്നാൻ എത്ര വയസ്സുണ്ട്? 30 വയസ്സ്. രണ്ടുപേരും ഏകദേശം 30 വയസ്സ്, 6 മാസത്തിൻ്റെ വ്യത്യാസമുള്ളൂ. 30 വയസ്സിൽ ഇത്രയും വലിയ ഒരു ക്യാരക്ടറുള്ള, ഹ്യൂമിലിറ്റിയുള്ള ഒരു വ്യക്തിത്വമായി ആര് മാറിയിരുന്നു? യോഹന്നാൻ മാറിയിരുന്നു. കാരണം എന്താ? വചനം. അകത്ത് ദൈവാത്മാവുണ്ടായി. വചനവും ദൈവാത്മാവും അകത്തുള്ളത് കൊണ്ട് അതിഭയങ്കരമായ ക്യാരക്ടർ ഫോർമേഷൻ അദ്ദേഹത്തിൽ നടന്നിരുന്നു. വേറൊന്ന് ഞാനിവിടെ മനസ്സിലാക്കുന്നത്, ആ ഒരു സമയത്ത് അവിടെ പറയുന്നുണ്ട്, മൾട്ടിറ്റ്യൂഡ്സ് വെർ കമ്മിങ് ടു ബി ബാപ്റ്റൈസ്ഡ് ബൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. വലിയ ജനക്കൂട്ടങ്ങളാണ് വരുന്നത്, നാട്ടിൻപുറത്തു നിന്നും പട്ടണങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നൊക്കെ. കാരണം എന്താ? ഒരു ഉണർവ് നടക്കുകയാണ്. ഒത്തിരി ഒത്തിരി ഒത്തിരി. ഇതാ ഇവിടെയുണ്ട് മാത്യു 3:5. അന്ന് യെരൂശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. അതുപോലൊരു ഉണർവ് നടക്കുക ദേശത്ത്. പിന്നെ പറയുന്നുണ്ട് പടജനം എന്ന് വെച്ചാൽ സോൾജേഴ്സ് ചെന്നു, സാധുക്യർ ചെന്നു, പരീശന്മാർ ചെന്നു. ഇതുപോലെ ഒത്തിരി പേർ. ഓരോ കൂട്ടർ വരുമ്പോൾ അതിനനുസരിച്ച് തൻ്റെ കോടാലിയുടെ അല്ലെങ്കിൽ തൻ്റെ വാളിൻ്റെ മൂർച്ച താൻ കൂട്ടിക്കൊണ്ടിരിക്കും. പൊതുജനത്തോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. പട്ടാളക്കാർ വരുമ്പോൾ അത് പറയും. വേറെ ചിലരും കോടാലി വെച്ചിട്ടുണ്ടോ നിനക്ക്? ഇതുപോലെ ആ ഓഡിയൻസിനെ അനുസരിച്ച് തൻ്റെ സന്ദേശത്തിൻ്റെ കാഠിന്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു. കാരണം ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ, വഴിയൊരുങ്ങണം. എവിടെയാണ് വഴിയൊരുങ്ങേണ്ടത്? മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. ആർക്ക് വേണ്ടിയാണ് വഴിയൊരുങ്ങേണ്ടത്? രക്ഷകന് വേണ്ടി. അതാണ് തൻ്റെ ശുശ്രൂഷ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ബുൾഡോസർ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള മനസ്സിലാക്കാൻ JCB എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഈ JCBക്ക് വല്ല മയമുണ്ടോ? എയർപോർട്ടിലും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു കസേര വെച്ചിട്ടുണ്ടാവും. കോയിൻ ഇട്ട് കഴിഞ്ഞാൽ, കാശ് കൊടുത്തു കഴിഞ്ഞാൽ അതിലിരുന്ന് മസാജ് ചെയ്ത് കിട്ടും. കണ്ടിട്ടുണ്ടോ? ഇരുന്നിട്ടുണ്ടോ ആരെങ്കിലും? ചിലർക്ക് ഇരുന്നിട്ടുണ്ട്. ആ പരിപാടിയാണോ JCB എന്ന്? എ ബുൾഡോസർ ഡസ് നോട്ട് നോ എനി മസാജിങ്. ബുൾഡോസർ വന്നിട്ട് ഇടിച്ച് നിരപ്പാക്കുക. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ ബുൾഡോസർ. പുള്ളിക്ക് സുഖിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. കാരണം കട്ട ഉടച്ച് നിരപ്പാക്കി കർത്താവിന് നടന്നു വരാവുന്ന രീതിയിൽ പാത റെഡിയാക്കണം. അതുകൊണ്ട് പുള്ളി അങ്ങനത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്തത്, വന്ന സകല ജനത്തിൻ്റെയും ശ്രദ്ധ. ഇവിടെ നോക്ക്, എന്നേക്കാൾ ബലവാൻ ഇതാ വരുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയല്ല, സകല ജനത്തിൻ്റെയും ശ്രദ്ധ അവനിലേക്കായി. ദിസ് ഈസ് ട്രൂ മിനിസ്ട്രി. ശരിക്കുള്ള ശുശ്രൂഷ എന്താണ്? ജനങ്ങളെ യേശുവിലേക്ക് ആകർഷിപ്പിക്കുക, യേശുവിലേക്ക് കണക്ട് ചെയ്യുക, എല്ലാവരെയും യേശുവിലേക്ക് കൊണ്ടുവരിക. അതാണ് യഥാർത്ഥ ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. തന്നിലേക്കല്ല വലിച്ചടിപ്പിക്കേണ്ടത്, യേശുവിലോട്ടാണ്. അതിനെത്ര പേർ ആമേൻ പറയും? എ ട്രൂ മിനിസ്റ്റർ ഓൾവേസ് ഓണേഴ്സ് ജീസസ് പബ്ലിക്ലി. ശരിയായി ശുശ്രൂഷിക്കുന്നവരാണെങ്കിൽ എന്തു ചെയ്തിരിക്കും? യേശുവിനെ പരസ്യമായി ബഹുമാനിച്ചിരിക്കും, അവനെ ഉയർത്തിയിരിക്കും. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ പിന്നെ പറയുന്നതാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഹി വിൽ ബാപ്റ്റൈസ് യു ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇൻ ഫയർ. ശരിയല്ലേ? ഇവിടെ നമുക്ക് 2 സ്നാനം കാണാം. ഒന്ന് യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം, ദാറ്റ് വാസ് ഡൺ ഇൻ വാട്ടർ. അടുത്തത് എന്താണ്? യേശുവിൻ്റെ സ്നാനം. യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് അവിടെ പറയുന്നത് അത് പരിശുദ്ധാത്മാവിലും തീയിലുമാണ്. സോ 2 baptisms and 2 baptizers. 2 സ്നാനവും 2 സ്നാപകന്മാരും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ജോൺ ബാപ്റ്റൈസ്ഡ് വിത്ത് വാട്ടർ ഫോർ റിപ്പൻറ്റൻസ്.
യോഹന്നാൻ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. യേശുവിനെ കുറിച്ചോ, ജീസസ് വാസ് ടു ബാപ്റ്റൈസ് പീപ്പിൾ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കാനാണ് യേശു വന്നത്. ഇതിന്നൊരു ഉൾക്കാഴ്ച പറയാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞോട്ടെ. യോഹന്നാൻ ഇപ്പോൾ ഒത്തിരി പേരെ ഇങ്ങനെ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദിവസവും 100 കണക്കിന് പേര് സ്നാനപ്പെടുകയാണ്. ദേശം മുഴുവൻ അതിഭയങ്കരമായൊരു ഉണർവണക്കുകയാണ്. എല്ലാവരും ഹൃദയം ദൈവത്തിലേക്ക്. കാരണം ഏലിയാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്, ഏലിയാവിൻ്റെ കാലത്ത് ഓർമ്മയുണ്ട്, സകലരും അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ഒരുത്തൻ നിന്ന് ശക്തമായി ശുശ്രൂഷിച്ചപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരെയും സകലരെയും നിശേഷം നശിപ്പിച്ച് ജനത്തെ മുഴുവൻ എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു? ദൈവത്തിലേക്ക് തിരിച്ചു. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ സ്നാപയോഹന്നാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ വേറൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്ന് തനിക്ക് വെളിപ്പാട് കിട്ടി. ആർക്ക് കിട്ടി? യോഹന്നാൻ. അതെന്തായിരുന്നത്? ജോൺ ന്യൂ ദാറ്റ് an outpouring of the Holy Spirit was on the way. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. പഴയ നിയമത്തെ മുഴുവൻ എടുത്ത് വായിച്ചു നോക്കി, എവിടെയെങ്കിലും ജനങ്ങളുടെ മേൽ കൂട്ടമായി പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞതായിട്ട് എവിടെയെങ്കിലും കാണിച്ചു തരാമോ? എവിടെയെങ്കിലും ഉണ്ടോ? നോ. ആദ്യം നമ്മൾ കാണുന്നത് വെള്ളത്തിൻ്റെ മീതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 6-ാം അധ്യായത്തിൽ, ഉൽപ്പത്തിയുടെ കാര്യം പറയുന്നത്, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇനി എൻ്റെ ആത്മാവ് മനുഷ്യൽ സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടു. പിന്നെ മനുഷ്യൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. ഒക്കേഷണലി ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവാത്മാവിൻ്റെ മേൽ വെച്ച് ആ സീസണിലേക്ക് കുറച്ച് കാര്യം ചെയ്യും. ഇത്രേ ഉള്ളൂ. മോശയുടെ മേൽ വന്നു, ചില പ്രവാചകന്മാരുടെ മേൽ വന്നു, ദാവീദിൻ്റെ മേൽ വന്നു. ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ചരിത്രത്തിൽ ഈ ഒരു ശുശ്രൂഷ നടന്നിട്ടില്ല. വലിയൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ പറയുന്നു, ആദ്യമായി ചരിത്രത്തിൽ ഇവിടെ പറയുകയാണ്, അവൻ നിങ്ങളെ, ആരോടാ പറയുന്നത്? പൊതുജനങ്ങളോട് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുമ്പോൾ, അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മാളിക മുറിയിൽ തുടങ്ങാനിരിക്കുന്ന ഭയങ്കരമായ പരിശുദ്ധാത്മ പകർച്ചയെക്കുറിച്ച് വരെ തൻ്റെ പ്രാർത്ഥനയിൽ യോഹന്നാൻ സ്നാപകന് വെളിപാട് ലഭിച്ചിരുന്നു. ഈ 2 സ്നാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ബാപ്റ്റിസംസ്. നമ്പർ 1, വാട്ടർ ബാപ്റ്റിസം വാഷസ് ഔട്ട്സൈഡ്. ജലസ്നാനം പുറത്താണ് കഴുകുന്നത്. ഇറ്റ്സ് എൻ ഒബ്സർവൻസ്. അതൊരു അനുഷ്ഠാനമാണ്. പഴയ നിയമത്തിൽ പല രീതിയിലുള്ള സ്നാനങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, പല രീതിയിലുള്ള സ്നാനങ്ങൾ. ശുദ്ധീകരണത്തിനുള്ള സ്നാനമുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുള്ള സ്നാനങ്ങളുണ്ട്. ഡെഡ് ബോഡിയെ തൊട്ടാലുള്ള ശുദ്ധീകരണ മുറകളുണ്ട്. പല സ്നാനങ്ങളുണ്ട്. പക്ഷേ അന്യ മതത്തിൽ നിന്നും, അത് പുറജാതിക്കാരിൽ നിന്ന്, യഹൂദരല്ലാത്തവരെ യഹൂദ മതത്തിലേക്ക് ചേർക്കുമ്പോൾ അവർ മുഴുവനും മുങ്ങണം. അങ്ങനെയായിരുന്നു അന്ന്. സോ ഇറ്റ് വാസ് എ സിമ്പിൾ ഓഫ് സംതിങ്. എന്തിൻ്റെയോ ഒരു പ്രതീകമായിട്ടാണ് വാട്ടർ ബാപ്റ്റിസം നിൽക്കുന്നത്. യേശു കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 28-18 മുതൽ 20 വരെ വായിക്കുമ്പോൾ, അവിടെ ഭൂമിയിൽ എല്ലായിടത്തും പോയി ഉപദേശിച്ച് എല്ലാവരെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ ചെയ്തതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ ബാപ്റ്റിസം ഫോർ റിപ്പൻറ്റൻസ്, മാനസാന്തര സ്നാനം. ഇനി യേശു അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാരെ ചേർത്ത് യേശു സ്നാനം കൊടുക്കാൻ തുടങ്ങി ഒത്തിരി പേർക്ക്. യോഹന്നാൻ്റെ കഴിഞ്ഞ ശേഷം യേശു സ്നാനപ്പെടുത്താൻ തുടങ്ങി ഒത്തിരി പേർ. യേശു നേരിട്ട് ഒരാളെ പോലും സ്നാനപ്പെടുത്തിയിട്ടില്ല, ബൈബിൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ ശിഷ്യന്മാരിലൂടെ താൻ സ്നാനം നടത്തി. ആ സ്നാനത്തിനും വ്യത്യാസമുണ്ട്. എന്നാൽ ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ കാണുന്ന ആക്ട്സ് 2:38, അതിൽ കാണുന്ന ബാപ്റ്റിസം അതെന്താണ്? അതിനെ പറയുന്നത് വിശ്വാസ സ്നാനം എന്നാണ്. കാരണം വിശ്വസിച്ച ശേഷം മാനസാന്തരം, ഓഫ് കോഴ്സ് അതാണ് ആദ്യം വരുന്നത്. അതിനുശേഷം യേശുവിൽ കൂടെ വിശ്വസിച്ച ശേഷം, യോഹന്നാൻ്റെ സമയത്ത് ഒരിക്കലും യേശുവിൽ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടാൻ പറയുന്നില്ല. മാനസാന്തരപ്പെട്ടവർ മാനസാന്തരത്തിൻ്റെ ഒരടയാളമായി, പ്രഖ്യാപനമായി വെള്ളത്തിൽ ഇറങ്ങി മുങ്ങാനേ പറഞ്ഞുള്ളൂ. യേശു സ്നാനപ്പെടുത്തിയപ്പോൾ തന്നിൽ വിശ്വസിച്ചവരെയാണ് സ്നാനപ്പെടുത്തിയത്. അതിനുശേഷം അപ്പസ്തോലന്മാർ ശക്തമായി കുറെ കൂടി അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യപ്പെട്ടു? കർത്താവിൽ വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തി. എന്നാൽ യേശു ചെയ്യുന്ന സ്നാനം വ്യത്യാസമുള്ളതാണ്. അതെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് സ്പിരിറ്റ് ആൻഡ് ഫയർ ബാപ്റ്റിസം. തമ്മിൽ വ്യത്യാസം എന്താ?
വെള്ളം വീണാൽ എന്ത് സംഭവിക്കും? പുറത്തൊരു കഴുകൽ നടക്കും. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൺലി എ സിംബൽ. അതൊരു അടയാളമാണ്. വേണോ? അത് മസ്റ്റാണ്, ബിക്കോസ് ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. എന്നാൽ സ്പിരിറ്റ് ആൻഡ് ഫയർ ബാപ്റ്റിസം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? അകത്ത്. വെള്ളം പുറത്ത് ശുദ്ധീകരിക്കുമ്പോൾ തീയും ആത്മാവും അകത്ത് ശുദ്ധീകരിക്കുന്നു. ഇതാണ് വ്യത്യാസം. എന്നാൽ ഇവിടെ വെള്ളത്തിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നു പറയുമ്പോൾ അതിന് 2 തരം തീയെ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, അതിന് ശേഷമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്, അതെല്ലാം നമ്മളിപ്പോൾ വരും. അങ്ങനെ ഒരു ശുദ്ധീകരണവും ചിലതിനെ പതിര് മുഴുവൻ കത്തിക്കുന്ന കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അതും ഒരു തീയാണ്. അതുകൊണ്ട് 2 fires are meant here. Number 1, intense anointing of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ തീവ്രമായ അഭിഷേകം, അതിനെ ഫയർ ബാപ്റ്റിസം എന്ന് പറയാറുണ്ട്. സാധാരണ ലഭിക്കുന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്, സ്നാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഗ്രേഡ് കൂടിയ ഇൻറ്റൻസ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 3 and 4. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3-4 വചനങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്, 120 പേർ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ അതിശക്തമായ കാറ്റ് വീശി വലിയൊരു ശബ്ദം കേട്ടു. അതിനുശേഷം തീ പിളർന്നിരിക്കുന്ന നാവുകൾ, ടങ്സ് ഓഫ് ഫയർ, പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അതെന്ത് സാധനമാണ്? തീ. തീ കൊണ്ടുള്ള സ്നാനം മനസ്സിലായോ? ചിലർ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ന്യായവിധിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. നോ, 2 അർത്ഥത്തിലും അതെടുക്കാം. ഒന്ന്, ഇൻറ്റൻസ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി. നമ്പർ 2, ജഡ്ജ്മെന്റൽ ഫയർ ദാറ്റ് വിൽ ഡെസ്ട്രോയ് all the enemies of God and all the disobedient ones. Judgmental fire, ന്യായവിധിയുടെ അഗ്നി, ദൈവത്തിൻ്റെ എതിരാളികളെ നശിപ്പിക്കുന്ന ന്യായവിധിയുടെ അഗ്നിയെ ഈ പേര് പറയും. തീയിലെ സ്നാനം എന്ന് അതിനെയും പറയുന്നത്. ഒരു വാക്യം വേണമെങ്കിൽ എഴുതി വെക്കാം. ഐസായ 4:4, യേശയ്യാവിൻ്റെ പുസ്തകം 4:4. അതിൻ്റെ താഴെ നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-12 വചനത്തിലാണെന്ന് തോന്നുന്നു. നമ്മൾ കാണുന്നുണ്ട്, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഒന്നുകൂടി വായിക്കാം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇവിടെ ഒരു ഇമേജറി നമ്മൾ കാണുന്ന ഇതാണ്. വീശുമുറം ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞു. വീശുമുറം എന്ന് പറഞ്ഞാൽ കൊയ്ത് കയറ്റിയ ശേഷം കളപ്പുരയുടെ അടുക്കൽ ഒരു മെതിക്കളം ഉണ്ടായിരിക്കും. ത്രഷിങ് ഫ്ലോർ, മെതിക്കളം കേട്ടിട്ടുണ്ടോ? അവിടെയാണ് ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും നിന്നുകൊണ്ട് കറ്റ കൊണ്ടുവന്നിരിക്കുന്നത് അടിച്ചിതാക്കിയിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുന്നതും ഇത് വേർതിരിക്കുന്നതും. അതിനുശേഷം നമ്മളിവിടെ ഒരു പ്രത്യേക തരത്തിലൊരു മുറം കാണും. അതിലിങ്ങനെ ഇട്ട ശേഷം പൊക്കി ഇങ്ങനെ ഇതിങ്ങനെ ഇടും. ആ സമയത്ത് പതിരിനെയും നല്ല മണികളെയും തമ്മിൽ വേർപിരിക്കുന്നത് എന്താണെന്നറിയാമോ? കാറ്റ്. നല്ല കാറ്റടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ല മണികൾ നേരെ താഴെ വീഴും, കാരണം അതിന് വെയിറ്റ് ഉണ്ട്. പതിര് മുഴുവൻ പറന്ന് വേറൊരു ഭാഗത്ത്. ഇത് 2-2 മനസ്സിലാകുന്നുണ്ടോ? അതിനുശേഷം ഒരു പരിപാടിയുണ്ട്. ആ നല്ല മണികളെല്ലാം കൂടെ നേരെ എങ്ങോട്ട് പോകും? കളപ്പുരയിലേക്ക്, അവിടെയുള്ള ഗോഡൗണിലേക്ക് പോകും, വെയർ ഹൗസിലേക്ക്. ഇനി പതിര് മുഴുവനും നേരെ കൊണ്ടുപോയി കത്തിക്കും. അത് കത്തിക്കാനുള്ളതാണ്. ഇതാണ് സ്നാപയോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശു വന്നിരിക്കുന്നത് എന്തിനു കൂടി വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിലും തീയിലും അവൻ സ്നാനം കഴിപ്പിക്കും. അതിലൊരു തീ ഈ തീയാണ്. മറ്റേ തീ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ തീവ്രമായ അനുഭവമാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? 2 അഗ്നികൾ. വിനോയിങ് ഫോർക്ക് എന്ന് ചിലതിൽ കാണാം, ഇംഗ്ലീഷിൽ വിനോയിങ് ഫോർക്ക്. വിനോയിങ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കതിരും കറ്റയെല്ലാം ഒരു പ്രത്യേക ഈ ഏകദേശം ഒരു വടി, ആ വടിയുടെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് ഈ ഏകദേശം ചവറുമാന്തിയില്ലേ നമ്മുടെ ഇവിടുത്തെ, ഏകദേശം അതിൻ്റെ വേറൊരു ഷേപ്പിലിരിക്കുന്നൊരു സാധനമാണ്. അത് ഇങ്ങനെ എടുത്തിട്ട് പൊക്കി ഇങ്ങനെ കുടയുമ്പോൾ പതിര് മുഴുവൻ പറന്ന് പോവുകയും നല്ല മണികൾ വീഴുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ മുറം. അപ്പോൾ ചില ട്രാൻസ്ലേഷനിൽ മുറന്നായിരിക്കും, നമ്മൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. ചില സ്ഥലത്ത് ഇതാണ് ചില രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഓൾറൈറ്റ്.
എന്താണ് ഇവിടെ കാണുന്നത്? അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി. ത്രഷിംഗ് ഫ്ലോർ ഹിയർ മീൻസ് ദ വേൾഡ്. ഈ ലോകത്തെയാണ് കാണിക്കുന്നത്. കളപ്പുര എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലോകമാണ്. ഓക്കെ, അത് വെടിപ്പാക്കി. പിന്നെന്ത് ചെയ്യും? ഗോതമ്പ് മണികൾ കാണിക്കുന്നത് എന്തിനെയാണ്? കളപ്പുരിൽ ഗോതമ്പ് മണികൾ എന്തിനെ കാണിക്കുന്നു? ട്രൂ ബിലീവേഴ്സ്, ശരിയായ വിശ്വാസികൾ, നല്ല മണികൾ, നല്ല വിത്ത്. വേറൊരു ഭാഗത്ത് പറയുന്നത് പോലെ ഷാഫ് എന്തിനെ കാണിക്കുന്നു? അവിശ്വാസികൾ, രക്ഷിക്കപ്പെടാത്തവർ, സുവിശേഷം കേട്ട് വിശ്വസിക്കാത്തവർ. അവരെന്തു പറയും? പതിര്. അപ്പം നല്ല മണികളെ എന്താ ചെയ്യുന്നത്? കളപ്പുരയിൽ കൂട്ടിവെക്കും. കളപ്പുര എന്തിനെ കാണിക്കുന്നു? ഇപ്പോൾ സഭ, നാളെ സ്വർഗം. ഇപ്പം നല്ല മണികളെല്ലാം അങ്ങോട്ടാ ചേർത്തുകൊണ്ടിരിക്കുന്നത് സഭയിലേക്കാണ്. കുറെ കഴിയുമ്പോൾ അതെന്താണ്? സ്വർഗത്തിലേക്ക് മാറ്റുന്നവരെ. മറ്റേവരെ തീയിൽ ഇട്ട് ചുട്ടുകളയും. തീ എന്തിനെ കാണിക്കുന്നു? നരകത്തെ കാണിക്കും. ആ ഇമേജറി കറക്റ്റായിട്ട് മനസ്സിലായോ? ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. ഐസായ 66:24, ഏശയ്യാവ് 66:24. And they will go out and look on the dead bodies of those who rebelled against me. The worms that eat them will not die. The fire that burns them will not be quenched. And they will be loathsome to all mankind. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല. അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നരകത്തിലുള്ള അനുഭവത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു നോക്കുക. ഇത് തന്നെ യേശു എടുത്ത് പറയുന്നുണ്ട്. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല. പിന്നീട് പറയുന്നുണ്ട് നരകത്തിൽ വീഴുന്ന അനുഭവത്തെക്കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ യേശു കർത്താവ് ഒരു സ്നാനം നടത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്പർ 1, യേശുവിൻ്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, ദ റിസൾട്ട് ഓഫ് ജീസസ് ബാപ്റ്റിസം ആൻഡ് മിനിസ്ട്രി, നമ്പർ 1, ഹി വിൽ ക്ലിയർ ഹിസ് ത്രഷിംഗ് ഫ്ലോർ. കളത്തെ അവൻ വെടിപ്പാക്കും. ഒരു ദിവസം ഇവിടെ എല്ലാം ക്ലിയർ ഓഫ് ചെയ്യാൻ പോവാം. നമ്പർ 2, ഹി വിൽ ഗ്യാദർ ഹിസ് വീറ്റ് ഇൻ ടു ദ ബാൺ. ഗോതമ്പ് മണികളെ കളപ്പുരയിൽ ശേഖരിച്ചു വെക്കും. നമ്പർ 3, ഹി വിൽ ബേൺ ദ chaff വിത്ത് അൺക്വെഞ്ചബിൾ ഫയർ. കൂടാതെ എന്ത് ചെയ്യും? കെടാത്ത തീയിൽ പതിരുകളെല്ലാം ഇട്ട് ചുട്ടിരിക്കും. വളരെ വേഗത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് the content of John the Baptist's message. Number 1, repentance, മാനസാന്തരം. കുറച്ച് സ്പീഡ് കൂട്ടി എഴുതിക്കോ. നമ്പർ 2, the kingdom of God, സ്വർഗരാജ്യം. നമ്പർ 3, the Lord is coming, കർത്താവ് വരുന്നു. എൻ്റെ പിന്നാലെ ഒരു വരുന്നു. The Lord is coming, the coming of the Lord, the first coming of the Lord, യേശു കർത്താവിൻ്റെ ആദ്യത്തെ വരവ്. നമ്പർ 4, flee the wrath to come, വരാനിരിക്കുന്ന കോപത്തിൽ നിന്നും ഓടിപ്പോകുവിൻ. വരാനിരിക്കുന്ന കോപത്തിൽ നിന്നും ഓടിപ്പോകുവിൻ. നമ്പർ 5, produce fruit of repentance, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കമാണ് പറയുന്നത്. നമ്പർ 6, do not be deceived by thinking you are okay because of your fathers. പിതാക്കന്മാർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതാണ് അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്പർ 7, ജഡ്ജ്മെന്റ് ഈസ് അറ്റ് ഹാൻഡ്, ന്യായവിധി വരുന്നു, അടുത്തിരിക്കുന്നു ന്യായവിധി. 8, ബി ബാപ്റ്റൈസ്ഡ്, നിങ്ങൾ സ്നാനമേൽക്കണം. ഇനിയും വിശദീകരിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, പക്ഷെ അത്രയും പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വേഴ്സ് നമ്പർ 13, Matthew 3:13. Then Jesus came from Galilee to the Jordan to be baptized by John. 14. But John tried to deter him, saying, I need to be baptized by you, and do you come to me? അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു.
യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അവിടെ ജീസസ് came from Galilee to the Jordan to be baptized by John. എവിടെ നിന്ന് എവിടെ വരെ വന്നു? ഗലീലയിൽ നിന്ന് യോർദാൻ നദി വരെ സ്നാനമേൽക്കാൻ വേണ്ടി യേശു വന്നു. മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 70 കിലോമീറ്ററോളം കർത്താവ് നടന്നു. അത്യാവശ്യമുള്ള ചില കഴുതയോ അങ്ങനെയുള്ള ഏതെങ്കിലും മൃഗങ്ങളുടെ പുറത്തായിരിക്കാം. പക്ഷേ യാത്ര ചെയ്തത് ഏകദേശം സാധ്യത നടക്കാനാണ്. 70 കിലോമീറ്ററോളം നടന്ന്, എന്ന് വെച്ചാൽ ഇവിടുന്ന് ആലപ്പുഴ കഴിഞ്ഞ് കുറേയും കൂടി പുറത്തോട്ട് പോകണം, 10 കിലോമീറ്റർ കൂടി. ഇവിടുന്ന് ആലപ്പുഴ വരെ ഏകദേശം 60 കിലോമീറ്റർ, അതിൻ്റെ അപ്പുറത്തോട്ട്. അത്രയും വരെ നടന്ന് പോയാണ് യേശു സ്നാനമേറ്റത്. എന്ന് വെച്ചാൽ അത്രയും സാക്രിഫൈസ് യേശുവിന് ചെയ്യേണ്ടി വന്നു, കാൽനടയായിപ്പോയി. അപ്പം നമ്മുടെയൊക്കെ ത്യാഗം എത്രയുണ്ട്? ഇപ്പോൾ ഒരാൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടെ വരെ പോകാൻ ചിലപ്പോൾ ഒരു 50 മീറ്റർ സ്നാനമേൽക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. പക്ഷേ 70 കിലോമീറ്റർ സഞ്ചരിച്ച് സ്നാനമേൽക്കാൻ പോയി. Why did Jesus come to be baptized? എന്തിനാ വന്ന് സ്നാനമേൽക്കാൻ? കാരണം there was no need of repentance for him. മാനസാന്തരപ്പെടുന്നവരെയാ. ഒരാൾ വന്ന അവിടെ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയിൽ സ്നാനമേറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അയാളൊരു പാപിയായിരുന്നു, ഇപ്പോൾ മാനസാന്തരപ്പെട്ട് മുങ്ങിയേക്കുക. അപ്പോൾ യേശു വന്ന് സ്നാനപ്പെട്ട അർത്ഥം എന്താ? യേശു പാപിയാണ്, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടെന്നല്ലേ ആളുകൾ മനസ്സിലാക്കുന്നേ? യേശുവിൽ പാപമുണ്ടോ? നോ. There was no sin in him. ഒരു പാപം. There was no need of any repentance. പക്ഷേ യേശു വന്നു. Why? For us. He repented for our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മാനസാന്തരപ്പെട്ടു. അവൻ ഒരു പാപം ചെയ്തിട്ടില്ല. There was no blemish in him. There was no sin in him. മാത്രമല്ല, he was righteous. നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. But he was already righteous. But to fulfill all righteousness this way, he got baptized. സകല നീതിയും നിവർത്തീകരിക്കപ്പെടേണ്ടതിന്, കാരണം യേശു ഭൂമിയിലേക്ക് വന്നത് സകലവും നിവർത്തിയാക്കാനാണ്, ന്യായപ്രമാണത്തെ നിവർത്തിയാക്കാൻ. He repented for us, he was baptized for us, and he set an example for us. He modeled for us. നമുക്കൊരു മാതൃക കാണിക്കാൻ വേണ്ടി അത് ചെയ്തു. അവിടെ വീണ്ടും നമ്മൾ ഒരു കാര്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, I need to be baptized by you, and do you come to me? എനിക്ക് നിന്നാൽ സ്നാനമേൽക്കണം, നീ എന്തിന് എൻ്റെ അടുക്കൽ സ്നാനമേൽക്കാൻ വേണ്ടി വരുന്നു? ഇതും എന്ത് കാണിക്കുന്നു? ദ ഹ്യൂമിലിറ്റി ഓഫ് ജോൺ. യോഹന്നാൻ സ്നാപകൻ്റെ താഴ്മയെയാണ് ഇത് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സീനിയറാണ്, റെവലേഷനുണ്ട്, മൾട്ടിറ്റ്യൂഡ്സ് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി അറിയാമായിരുന്നു. ജോൺ ന്യൂ ജീസസ് വാസ് നോട്ട് ജസ്റ്റ് ഹിസ് കസിൻ, ബട്ട് ഹി വാസ് മസായ. തൻ്റെ ഒരു കസിൻ മാത്രമല്ല, പിന്നെ ആരാ? ഇവൻ ആരാണ്? മസായ. ജോൺ ന്യൂ that standing before him was the creator of the universe. അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു പ്രമുഖ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുക, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വരില്ല, നെർവസ് ആയിട്ട് വിറച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? കാരണം ഇത്രയും വലിയൊരു ആൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുമോളെ, ഒന്ന് പ്രാർത്ഥിക്കുമോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെ സ്നാപയോഹന്നാൻ നെർവസ് ആകുകയാണ്. അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവ് മനുഷ്യരൂപമെടുത്ത് തൻ്റെ മുമ്പിൽ നിന്നിട്ട് സ്ഥാനപ്പെടുത്താൻ പറയുമോ? മൈ ഗോഡ്. അടുത്തത് ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്. ഇവിടെ യേശുവിൻ്റെ താഴ്മ എന്താണ്? അതിനെ വെല്ലുന്നതാണ്. കാരണം എന്താണ്? തന്നെ സ്നാനപ്പെടുത്താൻ പോകുന്നത് ആരാണ്? തൻ്റെ സൃഷ്ടി. എ ക്രിയേഷൻ ഈസ് ഗോയിങ് ടു ബാപ്റ്റൈസ് ദ ക്രിയേറ്റർ. മാത്രമല്ല, ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാണ്, ഞാൻ ചുമ്മാ വെള്ളത്തിലാണ് സ്നാനം കഴിപ്പിക്കുന്നത്, അവൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഹിയർ കംസ് എ ഗ്രേറ്റർ ബാപ്റ്റൈസർ. മനസ്സിലാവുന്നുണ്ടോ? എന്നേക്കാൾ വലിയൊരു സ്നാപകനാണ് വരുന്നത്. രണ്ട് സ്നാപകരാണ് അവിടെ നിൽക്കുന്നത്.
ഒരാൾ വെള്ളത്തിലും അതിനേക്കാൾ ഗ്രേഡ് കൂടിയ, ആർക്കും ചെയ്യാൻ കഴിയാത്ത ആത്മാവിലെയും തീയിലെയും സ്നാനം കഴിപ്പിക്കുന്നതിന് ഇവിടെ നിൽക്കുക. അപ്പോൾ ഈ സ്നാപക യോഹന്നാനേക്കാൾ വലിയ സ്നാപകനാണ് യേശു, എന്നിട്ടും പോയി നിൽക്കുക താഴ്മയോട്. അപ്പോൾ ആരുടെ താഴ്മയാണ് വലുത്? യേശുവിൻ്റെ താഴ്മ. ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. മാത്രമല്ല ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ചെറുപ്പകാലത്ത് ഒരുപക്ഷെ തമ്മിൽ കണ്ടതല്ലാതെ അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടിട്ടുള്ളതായി പോലും നമുക്കറിവില്ല. യേശു നസ്രത്തിൽ വളരുന്നു, അദ്ദേഹം യഹൂദ്യ മരുഭൂമിയിൽ എവിടെയോ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ആദ്യമായിട്ട് തമ്മിൽ കാണുന്നത്. അപ്പോഴേക്കും രണ്ടുപേരും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് തമ്മിൽ കണ്ടുമുട്ടുകയാണ്. 15-ാമത്തെ വചനം, Matthew 3:15. Jesus replied, "Let it be so now. Let it be so now. It's proper for us to do this to fulfill all righteousness." Then John consented. വായിക്കാം. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവനെ സമ്മതിച്ചു. യേശു എന്താ പറഞ്ഞത്? കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പോൾ ചെയ്യുക. അതായത് ജീസസ് വാസ് ആക്ച്വലി കമ്പല്ലിങ് ഹിം, ഫോഴ്സിങ് ഹിം ടു ബാപ്റ്റൈസ് ഹിം. ഇങ്ങനെ സകല നീതി നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ വാസ് ബിറ്റ്വീൻ ഹ്യൂമിലിറ്റി ആൻഡ് നീഡ്. താഴ്മയുടെയും ആവശ്യകതയുടെയും നടുവിൽ സാൻഡ്വിച്ച്ഡ് ആക്കപ്പെട്ടു. ആര്? John the Baptist was sandwiched between his humility and the need. തമ്മിൽ ഫൈനലി he yielded. ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് യേശു പറയുന്നത് ഇങ്ങനെയാണ്. John 5:35. He was the burning and shining lamp, and you were willing for a time to rejoice in his light. യോഹന്നാൻ ആരായിരുന്നു? കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു. എന്നാൽ നിങ്ങൾ അവൻ്റെ വെളിച്ചത്തിൽ അല്പനാൾ സന്തോഷിച്ചു. ഹി വാസ് മിറ്റിയോറിക്. ഉൽക്കയെപ്പോലെ വന്നു. ഒത്തിരി നാൾ അവൻ ശുശ്രൂഷിച്ചില്ല. ഉൽക്ക കണ്ടിട്ടുണ്ടോ? ഉൽക്ക വരുന്നത് എങ്ങനെ? ഇങ്ങനെ വേഗത്തിൽ മിന്നി അങ്ങ് മറഞ്ഞു പോകും. സോ ഡൈനമിക്, ബട്ട് ഓൺലി ഫോർ എ ഷോർട്ട് വൈൽ. അതായിരുന്നു തൻ്റെ ശുശ്രൂഷ. ജോൺ ഡിഡ് നോ മിറക്കിൾ. ബൈബിൾ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ അത്ഭുതമൊന്നും ചെയ്തില്ല, മിറക്കിൾസ് ഒന്നും ചെയ്തില്ല. ഏലിയാവ് അത്ഭുതങ്ങൾ ചെയ്തു, ശരിയാണോ? ആത്മാവിൽ തന്നെ ശുശ്രൂഷിച്ചെങ്കിലും താൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്തായിരുന്നു? കർത്താവിന് വഴിയൊരുക്കുക. 400 വർഷമായി ആർക്കും സാധിക്കാത്തത് ബുൾഡോസർ വെച്ച് അടിച്ച് നിരപ്പാക്കി, എല്ലാം മല ഇടിച്ച് തകർത്ത് റെഡിയാക്കി വെച്ചു. ഇനി കർത്താവിന് നേരെ അങ്ങ് നടന്നു വരാം. അവസാന വാക്യങ്ങളൂടെ വായിച്ച് ഇന്ന് ക്ലോസ് ചെയ്യാം. Verse number 16 and 17. As soon as Jesus was baptized, he went up out of the water. At that moment, heaven was opened, and he saw the Spirit of God descending like a dove and alighting on him. And a voice from heaven said, "This is my Son, whom I love. With him I am well pleased." യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. ജീസസ് അക്രഡിറ്റേഷൻ ബൈ ദ ഫാദർ, അല്ലെങ്കിൽ പിതാവിനാൽ യേശുവിന് അംഗീകാരം കിട്ടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്, അക്രഡിറ്റേഷൻ. ഇതിലൊരു കാര്യം ഓർക്കണം, 16-17 വാക്യങ്ങൾ രണ്ടും ശ്രദ്ധിച്ചു പഠിച്ചാൽ ഒത്തിരി പേരുടെ വലിയ ഒരു സമസ്യ മാറിക്കിട്ടും. എന്താണെന്നറിയാമോ? ത്രിത്വം, ട്രിനിറ്റി. ട്രിനിറ്റി ഈസ് റിവീൽഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. കണ്ടായിരുന്നോ? നിങ്ങൾ ബൈബിൾ എടുക്കുക, അവിടെ 16-ാമത്തെ വചനത്തിൽ ആസുനാസ് യേശു സ്നാനമേറ്റ ആ യേശു ഇങ്ങനെ വട്ടം വരയ്ക്കുക, ഒരു വൃത്തത്തിലാക്കുക യേശു. അടുത്തത് ദൈവാത്മാവ്, കണ്ടോ? ആ ദൈവാത്മാവ് വട്ടം വരയ്ക്കുക. അതിനുശേഷം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 17-ാമത്തെ വചനത്തിൽ കണ്ടോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. ആ ഞാൻ വട്ടം വരയ്ക്കുക. അത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചു വെക്കുക, ഒരു ട്രയാങ്കിൾ. നിങ്ങളുടെ അവിടെ എങ്ങനെ കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ ബൈബിൾ വരച്ചിട്ടുണ്ട്. ഇത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്ത് ട്രയാങ്കിൾ വരച്ചാൽ ദാറ്റ് ഈസ് ട്രിനിറ്റി.
ഒത്തിരി പേർക്ക് സംശയമാണ്, ഈ 3 പേരും ഒന്നല്ല, ഒരാൾ 3 കോലത്തിൽ ഭാവത്തിലൊക്കെ വരുന്നതല്ലേ. പണ്ടൊരാൾ പഠിപ്പിച്ചു, തൃത്വം എന്ന് പറഞ്ഞാൽ റബ്ബർ കായ പോലെ ഇരിക്കും. റബ്ബർ കായ ഇങ്ങനെ 3ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കും, അതാണ് തൃത്വം. ഈ റബ്ബർ കായയുടെ പരിപാടിയൊന്നും അല്ല ഇത്. 3 distinct personalities. മനസ്സിലാവുന്നുണ്ടോ? 3 distinct personalities. ആരൊക്കെയത്? യേശുവിനെ കണ്ടല്ലോ, സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആരാണ്? ഹോളി സ്പിരിറ്റ്. ആ ഞാൻ കണ്ടോ, അതാരാണ്? പിതാവ്. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരും ഒരേ സമയത്ത് 3 കാര്യങ്ങൾ ചെയ്യുന്നു. തൃത്വം. എന്താ അവിടെ നമ്മൾ കാണുന്നത്? ഒത്തിരി പേരുടെ കൺഫ്യൂഷൻ അല്ലേ? ഇത് മാത്രം നോക്കിയാൽ പോരെ? 3 പേരെ കണ്ടുകൂടെ? ഒരാള് പുത്രനായ ദൈവം വെള്ളത്തിൽ ഇറങ്ങി കയറി സ്നാനപ്പെട്ട് നനഞ്ഞു കുതിർന്ന് നിൽക്കുന്നു, അതാണ് ഒരാൾ. കാണാലോ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പ്രാവ് പോലെ ഇറങ്ങി വരുന്നു. 3-ാമൻ. സ്വർഗത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ അതാരതാ? പിതാവ്. 3 പേരും വ്യക്തമായി കണ്ടുകൂടെ? യെശയ്യാവിൻ്റെ പുസ്തകം 64:1 സ്വർഗം കീറി ഇറങ്ങി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് സ്വർഗം കീറിയത്. യെശയ്യാവ് 64:1 ഓപ്പൺ ഹെവൻ സീരീസിൽ ഞാനത് വ്യക്തമായി പറഞ്ഞതാണ്. 1 അതിൻ്റെ താഴെയുള്ള വചനത്തിലും കൂടെ അത് കാണാം. 1ഉം 2ഉം കാണും. ഇവിടെ ഈ പ്രാവായിട്ടാണ് ഇറങ്ങി വന്നത്. സ്വർഗം കീറിയത് ഭയങ്കരമായിട്ട് കീറി പറിച്ചു. പക്ഷെ അതിനുശേഷം എന്താ ഇറങ്ങി വരുന്നത്? പ്രാവ്. Dove is the gentlest and the most sensitive of all birds. പ്രാവിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ പക്ഷികളിലും വെച്ച് പെട്ടെന്ന് ഹേർട്ടാവുന്ന ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി പൊക്കളെ. ശരിയാണോ? അത്രയ്ക്ക് സെൻസിറ്റീവാണ് ഇത്. ബിൽ ജോൺസൺ എന്ന് പറയുന്നൊരു ദേവദാസനുണ്ട് ബെഥേൽ ചർച്ചിൽ, കാലിഫോർണിയയിൽ, റെഡിങ്ങിൽ. അദ്ദേഹം സാധാരണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ഇവിടെ നോക്ക്, നിങ്ങളുടെ തോളത്തൊരു പ്രാവിരിക്കുകയാണെന്ന് വിചാരിക്കും ഇവിടെ. പക്ഷെ ഈ പ്രാവുമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഫോയർ വരെ പോകണം. നിങ്ങളെങ്ങനെയായിരിക്കും പോവുക? പ്രാവ് പറന്നു പോകരുത്, ഇവിടെ ഇരിപ്പുണ്ട്. പ്രാവ് ഇങ്ങനെ ഇവിടെ ഇരിക്കും. എങ്ങനെ പോവും? പറ മക്കളെ, ഇത് പോകരുത്. മനസ്സിലായോ? ഇതുപോലെയാണ് പരിശുദ്ധാത്മ നിറവ് കിട്ടിയാൽ, അഭിഷേകം കിട്ടിയാൽ ഒരു വിശ്വാസം ജീവിക്കേണ്ടത്. പറന്നു പോകരുത്. സെൻസിറ്റീവാണ്. ഹി ക്യാൻ ബി ഈസിലി ഹേർഡ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4:30 പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. പ്രാവിൻ്റെ വരവ് എന്തിനെ കാണിക്കുന്നു? ദ കമ്മിങ് ഓഫ് ദ ഡവ്. വാട്ട് ഈസ് ഇറ്റ് മെന്റ് ബൈ ദ കമ്മിങ് ഓഫ് ദ ഡവ്? ഇത്രയേ ഉള്ളൂ. ഗോഡ്സ് പ്രോമിസ് ഓഫ് എ ന്യൂ വേൾഡ്. ഒരു പുതിയ ലോകത്തെ കാണിക്കുക, അല്ലെങ്കിൽ പുതിയ ഒരു കാലഘട്ടം തുടങ്ങുകയാണ്. ഈ വാക്യം എഴുതി വെക്കുക. ജനസിസ് 8:10 and 11. ഉൽപ്പത്തി പുസ്തകം 8:10-11. നിങ്ങൾക്കറിയാം, നോഹ ഒരു പ്രാവിനെ പുറത്തേക്ക് വിടുന്നു. പ്രാവ് പോയിട്ട് എന്ത് ചെയ്യുന്നു? പച്ച ഒലിവില കൊത്തിയെടുത്ത് വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പഴയ ലോകം ജലപ്രളയത്തിൽ നശിച്ചു, ഇനി ഒരു പുതിയ ലോകമാണ്. പ്രാവിൻ്റെ വരവ് എന്തിനെ കാണിക്കുന്നു? ഒരു പുതിയ ലോകത്തിൻ്റെ ആരംഭം, ഒരു പുതിയ സിസ്റ്റത്തിൻ്റെ ആരംഭം, ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ആരംഭം, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൻ്റെ ആരംഭത്തെ കാണിക്കുകയാണ്. ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ശക്തമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. അതാണ് ആ പ്രാവിൻ്റെ വരവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ പിതാവ് ആകെ 3 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ പിതാവിൻ്റെ ശബ്ദം കേട്ടല്ലോ, 3 പ്രാവശ്യം. 1 ഇതാണ്, മാത്യു 3:17. 2 യോഹന്നാൻ 12:28-29, ജോൺ 12:28 and 29. ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടിവെട്ട് പോലെ ഒരു സൗണ്ട് കേട്ടു. അത് പിതാവായിരുന്നു. അടുത്തത് മാത്യു 17:5-8. മത്തായി സുവിശേഷം 17:5-8 വരെ. അവിടെ കാണുന്നത് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തര മലയിൽ വെച്ച് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം. ഇങ്ങനെ 3 പ്രാവശ്യമേ ആകെ പിതാവിൻ്റെ ശബ്ദം നമ്മൾ പുതിയ നിയമത്തിൽ കേൾക്കുന്നുള്ളൂ. DGS ദിനകരൻ പല പ്രാവശ്യം സ്വർഗത്തിൽ പോയി 3 പേരുടെ സൗണ്ട് കേട്ടു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 3 പേരുടെ സൗണ്ട് വ്യത്യാസമുണ്ട്. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യാസം ഇതാണ്. നമ്പർ 1, ദ ഫാദേഴ്സ് വോയിസ് ഈസ് തണ്ടറസ്. പിതാവിൻ്റെ ശബ്ദം എങ്ങനെയാണ്? ഇടിവെട്ട് പോലെയാണ്, ഇടിനാദം പോലെ, തകർത്ത ഇടിനാദം പോലെ മാത്രമേ പിതാവ് സംസാരിക്കൂ. പിതാവ് സംസാരിച്ചാൽ ഇടിവെട്ടി എന്ന് വിചാരിച്ചാൽ മതി. ചിലർക്ക് ഇങ്ങനെ ഭയങ്കര ബേസ് സൗണ്ടില്ല,
ഇത് പിതാവ് സംസാരിച്ചാൽ മൈ ഗോഡ് എല്ലാം വിറയ്ക്കും. പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുകിട്ട വിറയ്ക്കും, പൊട്ടി കീറും. അതാണ് പിതാവിൻ്റെ ശബ്ദം. അതാണ് ഇവിടെ എല്ലാം ഈ വാചനങ്ങളിലെല്ലാം ഉണ്ട്. കുറേ കളക്ഷനുണ്ട്, ഞാൻ തരാൻ സമയമില്ല. നമ്പർ 2, ദ സൺസ് വോയിസ് ഇസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. പുത്രൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ഈ ഭൂമിയിൽ വന്ന് യേശു സംസാരിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സ്വർഗത്തിലേക്ക് നിന്ന് യേശു സംസാരിക്കുന്നതിനെ കുറിച്ച്. ആ സൗണ്ട് എങ്ങനെ ഇരിക്കും? പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. റെവലേഷൻ 1:15 അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സംടൈംസ് ഇറ്റ് ഈസ് സോഫ്റ്റ്, സംടൈംസ് ഇറ്റ് ഈസ് മൈറ്റി ആൻഡ് കമാൻഡിങ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ചില സമയത്ത് സോഫ്റ്റ് ആകും, ചില സമയത്ത് ഭയങ്കരമായിരിക്കും, ഭയങ്കര ഗാംഭീര്യത്തോടെ യേശു സംസാരിക്കും. ബട്ട് തേർഡ് വൺ, ദ ഹോളി സ്പിരിറ്റ് സൗണ്ട് ഈസ് സോഫ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എങ്ങനെയാ? വെരി സോഫ്റ്റ്. പരിശുദ്ധാത്മ അങ്ങനെ മാത്രമേ സംസാരിക്കൂ. The Spirit takes the voice of the Father and the Son and makes it soft for us. പിതാവിൻ്റെ പുത്രൻ്റെ ശബ്ദം എടുത്ത് ഒരു മന്ദസ്വരമായി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് തരും. പിതാവിൻ്റെ സ്വരം നേരെ കേട്ട അപ്പം തീർന്നു, വെടി തീർന്നു. പിന്നെ അവൻ ജീവിച്ചിരിപ്പില്ല. പണ്ട് കാലത്തോളം അയ്യോ ഞാൻ ദൈവത്തെ കണ്ടു, ഇനി ഞാൻ തട്ടിപ്പോയി, ഞാൻ തീർന്നു. പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. സൗണ്ട് കേട്ടാൽ അവൻ്റെ കാറ്റ് പോയി. പിതാവിൻ്റെ സൗണ്ട് നേരെ കേട്ടാൽ അവൻ പിന്നെ ജീവിച്ചിരിപ്പില്ല. പുത്രൻ ചിലപ്പോൾ എങ്ങനെ സംസാരിക്കും? വലിയ ഗാംഭീര്യത്തോടെ സംസാരിക്കും, കമാൻഡിങ് ആയിട്ട് സംസാരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് എപ്പോഴും എങ്ങനെ സംസാരിക്കൂ? പറഞ്ഞ മൃദുവായി. പിതാവ് ഇടിനാദം പോലെ, പുത്രൻ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, പരിശുദ്ധാത്മാവ് മൃദുസ്വരത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും ശബ്ദമെടുത്ത് വളരെ സോഫ്റ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്.